പ്രസ്ഥാനവും ഉന്നതിയിലെത്തി. ബോംബെ ലഹള 5 ദിവസം എടുത്തുകൊണ്ടാണ് ഈ സമരം ഉണ്ടായിരുന്നത്. ഒരു വർഷത്തോളം നീണ്ടുനിന്ന ഉപസമിതിയിൽ നിന്നും ആരംഭിച്ച സമരജാഥ ഏപ്രിൽ 5-നാണ് ദണ്ഡിയിൽ അവസാനിച്ചെടുത്തുകൊണ്ട് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉപ്പുകുറുക്കൽ സമരം നടത്തി. നമ്മുടെ കൊച്ചു കേരളത്തിലും ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണം അവസാനിപ്പിക്കണം എന്നാവശ്യപ്പെട്ട് ഗാന്ധി 1942 ആരംഭിച്ച ഒരു നിയമലംഘന സമരമാണ് ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം. സമ്പൂർണ്ണ സ്വാതന്ത്ര്യത്തിനുള്ള ആവശ്യത്തിൽ ബ്രിട്ടീഷ് സർക്കാരിൽ നിന്നും വ്യക്തമായ ഉറപ്പ് ലഭിക്കുന്നതിനുള്ള നിരവധി ശ്രമങ്ങൾ ഇതിന്റെ ഭാഗമായി നടന്നു. ബ്രിട്ടീഷ് ഗവൺമെന്റിനെ ബഹിഷ്കരിക്കുക, സർക്കാർ ഉൾപ്പെട്ട ഇടപാടുകൾ നിരസിക്കുക തുടങ്ങിയവ ഇതിന്റെ നയങ്ങളായിരുന്നു. ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ രാജ്യത്തുടനീളം നിരവധി അക്രമ സംഭവങ്ങൾ അരങ്ങേറി. 10,000-കണക്കിന് നേതാക്കൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു. 1942 ബോംബെയിലെ ഗോവാലിയ ടാങ്ക് മൈതാനത്തിൽ നടത്തിയ ക്വിറ്റ് ഇന്ത്യ പ്രസംഗത്തിൽ ഗാന്ധി പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന ആഹ്വാനം നടത്തി. ഭരണഘടനാപരമായ പരിഷ്കരണം ചർച്ച ചെയ്യുന്നതിനായി 1930 മുതൽ 32 വരെയുള്ള കാലയളവിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉൾപ്പെടുത്തിക്കൊണ്ട് ബ്രിട്ടീഷ് സർക്കാർ 3 വട്ടമേശ സമ്മേളനങ്ങൾ നടത്തി. സൈമൺ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചതും മുഹമ്മദ് അലി ജിന്നയുടെ അഭ്യർത്ഥനയും ഇതിന് വഴിയൊരുക്കി. ഈ കാലയളവിൽ ഇന്ത്യയിൽ സ്വരാജ് അഥവാ സ്വയം ഭരണത്തിനുള്ള അവകാശം ശക്തിപ്പെട്ടിരുന്നു. 1931 പഞ്ചാബിലെ ജാലിയൻവാലാബാഗിൽ റൗലത്ത് നിയമത്തിനെതിരെ പ്രതിഷേധിക്കുന്നതിനായി 1919 ഏപ്രിൽ 13-ന് ഉച്ചയ്ക്ക് ശേഷം വലിയൊരു ജനക്കൂട്ടം ഒത്തുകൂടി. പൂർണ്ണമായും മതിലുകളാൽ ചുറ്റപ്പെട്ടതും പുറത്തേക്ക് ഒരു വഴി മാത്രമുള്ള ഒരു സ്ഥലമായിരുന്നു അത്. പുറത്തേക്കുള്ള വഴി അടച്ച് മുന്നറിയിപ്പില്ലാതെ സൈന്യം ജനക്കൂട്ടത്തിനു നേരെ വെടിയുതിർത്തു. 379 പേർ കൊല്ലപ്പെടുകയും 1200 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഈ ദുരന്തമാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. നിസ്സഹകരണ പ്രസ്ഥാനം 1920 തുടങ്ങി 22 വരെയാണ് ഈ പ്രസ്ഥാനം നീണ്ടുനിന്നത്. നിസ്സഹകരണ പ്രസ്ഥാനം 1920 തുടങ്ങി 22 വരെയാണ് ഈ പ്രസ്ഥാനം നീണ്ടുനിന്നത്. ബ്രിട്ടീഷ് നിയമങ്ങൾക്കെതിരെ അഹിംസാ മാർഗത്തിലൂടെയുള്ള ഈ സമരം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പിന്തുണയോടെ മഹാത്മാഗാന്ധിയാണ് നയിച്ചത്. ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ ഉപേക്ഷിക്കുകയും സ്വദേശ നിർമ്മിത കൈത്തറി വസ്ത്രങ്ങൾ, ഉൽപ്പന്നങ്ങൾ എന്നിവ മാത്രം ഉപയോഗിക്കുകയും ചെയ്തുകൊണ്ടായിരുന്നു അത്. മദ്യവിൽപ്പനശാലകൾ മറ്റും ഉപരോധിച്ചു. അന്നുവരെ നടന്നിട്ടില്ലാത്തത്ര വലിയ റാലിയും സമ്മേളനങ്ങളും സംഘടിപ്പിച്ചു. 15-ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു. ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാന വികാസങ്ങളും ബ്രിട്ടീഷ് ഭരണത്തിന്റെ അന്ത്യത്തിന് ആക്കം കൂട്ടി. സ്വാതന്ത്ര്യ സമരത്തിന്റെ തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ